ട്രാപ്പിൽ 2 ദിവസമായിട്ട് അവിടെ ആൾക്കാർ കാവലുണ്ടായിരുന്നു. CD പാർട്ടി അവർ പിടിച്ചത് നമ്മുടെ സ്ട്രൈക്കിംഗ് ഫോഴ്സ്. വീടിൻ്റെ താഴത്തെ പാടത്ത് അയാൾ ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. അതെ, അയാളുടെ ചേട്ടനെന്ന് അല്ല, ഇയാളുടെ വീട്ടിലേക്ക്. ചേട്ടൻ ഇവിടെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇന്ന് അനിയൻ വരും സാർ ഭക്ഷണം കഴിക്കാൻ, 2 ദിവസത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അയാൾ വരാൻ വിളിച്ച് ട്രാപ്പ് വെച്ചിരിക്കുകയായിരുന്നു. അയാൾ വന്ന് പെട്ടു. മെഡിക്കൽ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ പുറത്ത് ടീമുകൾ തിരയാൻ പോയവരെല്ലാം തിരിച്ചു വിളിച്ചിട്ടുണ്ട്. മാട്ടായി ഭാഗത്തുനിന്നല്ല, അയാളാണ് അതവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഇനി ചോദിക്കണം ഞങ്ങൾ. ഇപ്പോൾ നാളെ മീഡിയ ബ്രീഫിംഗ് ഒക്കെ SP സാർ ചെയ്യും കേട്ടോ. ഇല്ല, ചോദിക്കാൻ അവിടെ സമ്മതിക്കുന്നത്. ഇന്നിപ്പോൾ ഈ പൊതുമുതൽ നശിപ്പിച്ചവനൊരു കേസെടുക്കും. അതിൽ കുറേ എണ്ണത്തിന് ജയിലായിരിക്കും. കേരളം ചർച്ച ചെയ്തോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് പോലീസിൽ. ഒരാളുടെ പണിയും കളഞ്ഞില്ല. നിങ്ങൾ ചെല്ലി, നിങ്ങളൊക്കെയാണ് ഇതിന് പ്രധാന കാരണക്കാരി. ഇത് ഞാൻ നിങ്ങൾ ആരെയും വിളിച്ച് പറഞ്ഞത് നിങ്ങൾ ആരെയും അറിയാം. ഞങ്ങൾ പ്രതിയോട് സംസാരിച്ചിട്ടേ ഇല്ല. ഭക്ഷണം കഴിച്ചോ ചോദിച്ചു, കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇത്ര ദിവസം എവിടെയാണെന്ന് ചോദിച്ചു, മലയിലായിരുന്നു പറഞ്ഞു. പിന്നെ ചോദിക്കാൻ പോകുന്നുള്ളൂ. അയാൾക്ക് ഭക്ഷണം വാങ്ങിച്ചിട്ട് സ്ഥിതി അത്ര വഷളൊന്നുമില്ല. ആകെ 25 പേര് വെച്ച് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണം, ഞങ്ങളത് മാനേജ് ചെയ്തോളൂ. നിങ്ങളെ വലയിലാക്കി ചേട്ടനെ നമ്മൾ വീട്ടിലോട്ട് കൊണ്ട് പോലീസാണ് കൊണ്ടാക്കിയത്. അയാൾ വരുമെന്ന് നമുക്കറിയാം. ചേട്ടൻ പറഞ്ഞു സാറൊന്ന് വൈകുന്നേരം എന്തായാലും അവൻ ഭക്ഷണം കഴിക്കാൻ വരുന്നുള്ളതുകൊണ്ട് നമ്മൾ പോലീസാണ് ചേട്ടനെ തറവാട്ട് വീട്ടിൽ കൊണ്ടാക്കിയത്. പക്ഷേ അയാൾ തറവാട്ട് വീട്ടിലേക്ക് വരുന്നതിന് പകരം അയാളുടെ വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ ആൾറെഡി പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു പാടത്ത്. അവരാണ് പിടിച്ചത്. നമ്മുടെ പോലീസുകാർ അയാൾക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യമില്ല, വിശന്നിട്ട്. ഇനിയിപ്പോൾ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം. ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ചരട് മാത്രം ഉണ്ടായില്ല. അത് ഞങ്ങൾ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് ലോക്കപ്പിലാക്കിയപ്പോൾ. ഞങ്ങളെ മഹേന്ദ്ര സിംഗ് സസ്പെൻഷനിലായതൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? അപ്പോൾ ശരി വിശപ്പ് അത് പറഞ്ഞു. വിശന്നിട്ട് വയ്യ, വല്ലതും വേണം പറഞ്ഞു. ഭക്ഷണം പറഞ്ഞിട്ടുണ്ട്. അതെ, അന്ന് 4 ദിവസം എടുത്തു. ഇന്ന് ഞങ്ങൾ 48 മണിക്കൂറിനകം പിടിച്ചു. ബാക്കി നടപടികളൊക്കെ SP സാർ നാളെ വന്ന് പറയും. മീഡിയ ബ്രീഫിംഗ് നാളേക്കുണ്ട്. അപ്പോൾ നാളെ എല്ലാവരും വരും. മെഡിക്കൽ കഴിഞ്ഞു. പുള്ളി ആരോഗ്യവാനാണ്. BP നോക്കി, വിഷം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധന നടത്തി. നാട്ടുകാർ മലയിലൊക്കെ തരാനായിട്ട് നന്നായി സഹായിച്ചു. രാത്രി നാട്ടുകാർ രാത്രി ഉണ്ടായിരുന്നെങ്കിൽ അവനെ തല്ലിക്കൊന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നാട്ടുകാർ ഇപ്പോൾ സഹായം ഞങ്ങൾ രാത്രി ആവശ്യപ്പെട്ടില്ല. അപ്പോൾ തന്നെ കണ്ടില്ല.